യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തില് ശുശ്രൂഷകളിലേക്ക് എല്ലാവരെയും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് യേശുവിനെ സ്നേഹിക്കാം, യേശുവിനെ ആരാധിക്കാം, യേശുവിൻ്റെ വചനമൊക്കെ കേൾക്കുകയും ആ വചനമനുസരിച്ച് ജീവിക്കാനൊക്കെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയൊക്കെ ചെയ്യാം. കർത്താവിൻ്റെ കരുണയ്ക്ക് മുൻപിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. തകർന്ന ജീവിതങ്ങളെ കർത്താവ് പുനരുദ്ധരിക്കും. നഷ്ടങ്ങളെ കർത്താവ് നികത്തും. അനുഗ്രഹം പെരുമഴ പോലെ നമ്മുടെ മേൽ പെയ്തിറങ്ങും. സ്വർഗത്തിൻ്റെ കരുണ നമ്മുടെ മേൽ ഇന്ന് ചൊരിയപ്പെടും. ഹല്ലേലൂയ. പലരും ജീവിതത്തിൽ ഒത്തിരിയേറെ അധ്വാനിക്കുന്നുണ്ട്. പല വിധത്തിൽ ബിസിനസ്, അല്ലെ ജോലി, അവരുടെ ആത്മീയ തലങ്ങളിൽ, ആത്മീയ മേഖല ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ വേണ്ടവണ്ണം അതിന് ഫലം കിട്ടുന്നില്ല. ചിലരുടെ ജീവിതത്തിൽ എന്നും ഭൗതിക മേഖലയിൽ തകർച്ചയാണ്. ജോലി മേഖലയിൽ തകർച്ച, ബിസിനസ്സിൽ തകർച്ച, എന്ത് കൃഷി ചെയ്താലും അതിനകത്ത് തകർച്ച. ഇത് ലാഭമില്ല. നഷ്ടങ്ങളുടെ കണക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. സാമ്പത്തിക ബാധ്യതകൾ, പലിശപ്പണം, അങ്ങനെ എല്ലാ വിധത്തിലും ഒത്തിരിയേറെ ആളുകൾ വലിയ കഷ്ടതയിലാണ് കടന്നു പോകുന്നത്. അപ്പം അനുഗ്രഹത്തിനുള്ള പ്രധാന വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവണമെങ്കിൽ, കൂടുതൽ കൂടുതൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം കർത്താവിൻ്റെ വചനം അനുസരിച്ച് കർത്താവിൻ്റെ മഹത്വത്തിൽ അവനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അവരുടെ എല്ലാ പ്രയത്നങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർ, ദൈവത്തെ കൂടാതെ അധ്വാനിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരുടെയൊക്കെ ജീവിതത്തില് തകർച്ചകള് നിരന്തരമായിട്ട് കടന്നു വരുന്നുണ്ട്. ചിലർ ചിന്തിക്കാറുണ്ട്, ദൈവത്തെ വിശ്വസിക്കാത്തവര്, പ്രാർത്ഥിക്കാത്തവര്, അവരൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ നന്നായിട്ട് ലാവിഷായിട്ട് ജീവിക്കുന്നല്ലോ. നമ്മൾ തിരിച്ചറിയണം, അവരൊക്കെ നിത്യനാശത്തിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അത്യന്തികമായിട്ട് നമ്മളെക്കുറിച്ചുള്ള ദൈവസ്നേഹത്തിന്റെ പദ്ധതി നമ്മുടെ ആത്മരക്ഷയാണ്. അതനുസരിച്ചാണ് ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത്, പ്രവർത്തിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകത്തില് 33:16 ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. അതായത് മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. കാലാ പെറുക്കുന്നതിനെ പോലെ ഒന്നുമില്ല, അവിടെ പിന്നിലായിപ്പോയി ഞാൻ. ഈ വചനം കേൾക്കുന്ന പലരും ജീവിതത്തിൽ പിന്നിലായിപ്പോയവരുണ്ട്. ബിസിനസ്സിൽ പിന്നിലായവർ, പഠനത്തിൽ പിന്നിലായവർ, സാമ്പത്തിക ഉയർച്ചയിൽ പിന്നിലായവർ, എവിടെ തൊട്ടോ അവിടെയൊക്കെ പിന്നിലായവർ ഈ വചനം കേൾക്കുന്നുണ്ട്. പിന്നിലായവരെ ഒറ്റ നിമിഷം മതി കർത്താവിന് മുൻപിൽ കൊണ്ടുവരാനായിട്ട്. പിന്നിലായവരെ നിങ്ങൾ നിരാശപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കാനായിട്ട് പോവുക.
കാലാപെറുക്കുന്നതിനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിൽ എത്തി. എന്നാൽ ഞാൻ കർത്താവിന്റെ അനുഗ്രഹ നിമിത്തം മുൻപന്തിയിലെത്തി. നമ്മളെ മുൻപന്തിയിൽ എത്തിക്കുന്നത് കർത്താവിന്റെ അനുഗ്രഹമാണ്. നമ്മുടെ പ്രയത്നങ്ങൾ ഫലമണിയുന്നത് കർത്താവിന്റെ അനുഗ്രഹ നിമിത്തമാണ്. നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് കർത്താവിന്റെ അനുഗ്രഹ നിമിത്തമാണ്. നമ്മുടെ ബിസിനസ് ഉയർച്ചുണ്ടാവുന്നത് കർത്താവിന്റെ അനുഗ്രഹമാണ്. നമ്മുടെ ജോലിയിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഉയർച്ച കർത്താവിന്റെ എല്ലാ മേഖലകളിലും അനുഗ്രഹം വർഷിക്കുന്നത് ദൈവമായ കർത്താവാണ്. കർത്താവിന്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. ഞാൻ പുറകിലായിരുന്നു, ഒത്തിരി പുറകിലായിരുന്നു. എൻ്റെ കൂടെയുള്ളവരൊക്കെ മുന്നേറി, ഞാൻ പുറകിലായിരുന്നു. പക്ഷേ കർത്താവിന്റെ അനുഗ്രഹത്താൽ അവരെക്കാൾ ഞാൻ മുൻപിലെത്തി. എന്നെ പിന്നിലാക്കി മുൻപിലേക്ക് പോയ അനേകരുണ്ട്. അവരെയൊക്കെ വീണ്ടും പിന്നിലാക്കി ഞാനിതാ മുൻപിലെത്തിക്കഴിഞ്ഞു. കർത്താവിന്റെ അനുഗ്രഹ നിമിത്തം പിന്നിലായിരുന്നു ഞാൻ മുൻപിലെത്തി. മുമ്പന്മാർ പിൻപന്മാരും പിൻപന്മാർ മുമ്പന്മാരുമായി തീരുമെന്ന് വചനം പറയുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും ആ ഒരു അനുഗ്രഹത്തിന്റെ സ്രോതസ് നമ്മുടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന്റെ അടിസ്ഥാനം തന്നെയാണ്. നമ്മൾ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവോ, എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നുവോ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് എന്താ? ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതനുസരിച്ച് അവിടുത്തെ സാന്നിധ്യം നമുക്ക് നൽകും. അവിടുത്തെ സാന്നിധ്യമാണ് നമ്മളെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളാക്കി മാറ്റുന്നത്. വിശുദ്ധ മദർ തെരേസ ഒത്തിരിയേറെ ആത്മീയ ഫലങ്ങള് പുറപ്പെടുവിച്ച അമ്മ, പാവപ്പെട്ടവരുടെ അമ്മ. എല്ലാ ദിവസവും പ്രഭാതത്തില് വിശുദ്ധ ബലി അർപ്പണത്തിന് ശേഷം ദിവ്യകാരുണ്യ സന്നിധിയിൽ 1 മണിക്കൂർ സമയം ഇരുന്ന് കുറഞ്ഞത് പ്രാർത്ഥിക്കുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ ദിവ്യകാരുണ്യനാഥന്റെ അടുക്കലേക്ക് പോകും, അവിടുന്ന് പ്രാർത്ഥിക്കും. ആ ദിവ്യകാരുണ്യ നാഥനായ ഈശോയുടെ ആ സാന്നിധ്യത്തിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെ മനസ്സും കരുണയുടെ ഹൃദയവുമുള്ള വ്യക്തിയായിട്ട് അമ്മ മാറുകയാണ്. അപ്പോൾ ഒരു വ്യക്തി നല്ല വ്യക്തിയാകുന്നുവെങ്കിൽ ആ വ്യക്തി ദൈവ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ കൂടുതൽ നല്ല വ്യക്തിയായിട്ട് മാറുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഒരു വ്യക്തിയെ ഫലം പുറപ്പെടുവിക്കുന്ന, കരുണയുടെ, സ്നേഹത്തിന്റെ, ആധ്യാത്മികതയൊക്കെ ഫലം പുറപ്പെടുവിക്കുന്ന വലിയ മനുഷ്യരാക്കി മാറ്റുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും തമ്മിലായിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന ലോകത്തിന്റെ സുഖങ്ങളിലേക്ക് നമ്മൾ പോകരുത്. ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മളിൽ നിന്ന് അകറ്റുന്ന ജഡമോഹങ്ങള്, ജഡിക സുഖങ്ങളിലേക്ക് നമ്മൾ വീണു പോകാതെ വളരെ സൂക്ഷിക്കണം. ആസക്തികളും, ധനാസക്തി, ലോകത്തിന്റെ ആസക്തികളെ, കണ്ണിന്റെ ആസക്തി, സ്ഥാനമാനങ്ങളുടെ ആസക്തി, ഈ ആസക്തിയൊക്കെ നമ്മളെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറത്താക്കും. ആ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മളെ പുറത്താക്കുന്ന ഏത് അവസ്ഥയാണോ ആ അവസ്ഥ അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാനായിട്ട് പാടില്ല. എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്ന, എൻ്റെ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യരുത്. നിരന്തരമായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം തരണം. ആത്മാവിന്റെ അഭിഷേകം നിറയാൻ പ്രാർത്ഥിക്കണം. ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി, ആത്മീയ ശുശ്രൂഷകരായി നമ്മൾ നിരന്തരമായിട്ട് മാറണം. നമ്മൾ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിരന്തരം ആയിരിക്കണം. ദൈവ സാന്നിധ്യത്തിൽ നിരന്തരമായിരിക്കുന്ന വ്യക്തിയാണ് ഏറെ ഫലം പുറപ്പെടുവിക്കുന്നത്.
മുന്തിരിച്ചെടിയും ശാഖകളും ഈ ഉപമയിൽ യേശു പറയുന്നുണ്ട്. ശാഖ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കണം. ചേർന്ന് നിന്നില്ലെങ്കിൽ ഉണങ്ങിപ്പോകും, ഫലം പുറപ്പെടുവിക്കത്തില്ല. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുക. ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ മാത്രമേ ഫലം പുറപ്പെടുവിക്കത്തുള്ളൂ. ചേർന്ന് നിൽക്കണം, ആ സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കണം. സംഖ്യയുടെ പുസ്തകത്തില് 17-ാം അധ്യായത്തില് 1 മുതൽ 8 വരെ വചനങ്ങൾ, അവിടെ ദൈവം ചെയ്യുന്ന വലിയ ഒരു മഹത്വത്തിന്റെ പ്രവൃത്തി നമ്മൾ കാണുകയാണ്. ഇസ്രായേൽ ജനത്തോട് പറയുക, മോശയോട് കർത്താവ് ചെയ്തു, ഗോത്രത്തിൽ വിധം എല്ലാ ഗോത്ര നേതാക്കന്മാരിൽ നിന്ന് 12 വടി വാങ്ങി ഓരോന്നിന്റെ പേരെഴുതുക. ലേവി ഗോത്രത്തിന്റെ വടിയിൽ അഹ്റോന്റെ പേരെഴുതുക. കാരണം ഓരോ ഗോത്രത്തലവനും ഓരോ വടി ഉണ്ടായിരിക്കണം. സമാഗമ കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് ദർശനം അനുവദിക്കുന്ന സാക്ഷ്യപേടകത്തിന് മുമ്പിൽ നീ അവഹിക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്ന വടി പൂത്തു തളിർക്കും. 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോ വടി സമാഗമ കൂടാരത്തിൽ ഞാൻ ദർശനം നൽകുന്ന സാക്ഷ്യപേടകത്തിന്റെ ഉള്ളിൽ വെക്കണം. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന, ദൈവത്തിന്റെ ഗ്ലോറി ആവസിക്കുന്ന, ദൈവത്തിന്റെ ആ തേജസ്, മജസ്റ്റി, ആ തേജസ് ഇറങ്ങി വരുന്ന ആ സമാഗമ കൂടാരം, ആ സാക്ഷ്യപേടകത്തില് 12 ഗോത്രത്തിലെ വടികൾ വെക്കണം. ലേവി ഗോത്രത്തിലെ അഹ്റോന്റെ വടി, അതിലെ പേരെഴുതിയിരിക്കണം. ആദ്യം പൂത്തു നിൽക്കുന്ന വടി ഏതാണോ ആ ഗോത്രത്തെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നതെന്നാണ് ദൈവമായ കർത്താവ് മോശയോട് പറയുന്നത്. വടി മോശ ശേഖരിച്ചു. അതിനുശേഷം ഈ വടികള് സാക്ഷ്യപേടകത്തിന്റെ ഉള്ളിൽ വെച്ചു. സാക്ഷ്യപേടകത്തിന്റെ ഉള്ളിൽ വെച്ചു. സാക്ഷ്യപേടകം അടച്ചു. ഹല്ലേലൂയ. സാക്ഷ്യപേടകത്തില് വടികൾ വെച്ചു. പിറ്റേ ദിവസം സംഭവിച്ചത് കാണുക. പിറ്റേ ദിവസം മോശ സാക്ഷ്യകൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിനു വേണ്ടിയുള്ള അഹ്റോന്റെ വടി മുള പൊട്ടി പൂത്തു തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. അതായത് അഹ്റോന്റെ വടി മുള പൊട്ടി പൂത്തു തളിർത്തു, ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. ബദാം പഴം കായ്ച്ചു നിന്നു. തലേ ദിവസം ഈ വടികള് സാക്ഷ്യകൂടാരത്തിൽ വെച്ചതാ. അഹ്റോന്റെ വടിയും സാക്ഷ്യകൂടാരത്തിലുണ്ടായിരുന്നു. ആ സാക്ഷ്യകൂടാരത്തിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ. സൂര്യ വെളിച്ചമില്ല, മണ്ണില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അവിടെ ഉള്ളത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം മാത്രം. പിറ്റേ ദിവസം, അതാണ് അത്ഭുതമെന്ന് പറയുന്നത്. ഹബക്കൂക്ക് 1:5 പറയുന്നില്ലേ, ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നു. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നു. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ ഇന്നും ഇതാ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുകയാണ്, ലേവി കുടുംബത്തിനു വേണ്ടി ഉള്ള അഹ്റോന്റെ വടി മുളപൊട്ടി. അഹ്റോന്റെ വടി മുളപൊട്ടി പൂത്തുതെളുത്തു, ബദാം പഴം കായ്ച്ചു നിന്നു. ഒറ്റ ദിവസം കൊണ്ട് ഒരു കമ്പ് പൂത്തുതെളുത്ത് മുളപൊട്ടി ബദാം പഴം കായ്ച്ചു നിൽക്കുന്ന വലിയ ഒരു സംഭവം നടക്കുകയാണ്. സാക്ഷ്യപേടകത്തിൽ ദൈവ സാന്നിധ്യത്തിൽ നടന്ന ഒരു വലിയ ഒരു അത്ഭുതമാണ്. ഇവിടെ മനുഷ്യന്റെ പ്രയത്നമില്ല, പുറമെ മറ്റാരും പ്രവർത്തിക്കുന്നില്ല. ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്ന വ്യക്തികൾ, ദൈവ സാന്നിധ്യത്തിൽ എന്തുണ്ടോ അത് ഫലം പുറപ്പെടുവിക്കും. ദൈവ സാന്നിധ്യത്തിൽ അനുഗ്രഹത്തിന്റെ പെരുമഴ ഒഴുകും.
എവിടെ ദൈവ സാന്നിധ്യമുണ്ടോ അവിടെ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ആനന്ദമുണ്ട്, ഉയർച്ചയുണ്ട്, അഭിവൃദ്ധിയുണ്ട്, നന്മയുണ്ട്, എല്ലാമുണ്ട്. ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ തകർച്ചയും പരാജയങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാ പ്രതിസന്ധികളിലേക്ക് അനേകരെ വീണു പോവുക. ദൈവത്തെ ഉപേക്ഷിച്ചുള്ള നിന്റെ യാത്ര അപകടത്തിലേക്കുള്ള യാത്രയാണ്. കുമ്പസാരം വേണ്ട, കുദാശം വേണ്ട, പള്ളി വേണ്ട, വൈദികര് വേണ്ട, ഒന്നും വേണ്ട. ഇതെല്ലാം തട്ടിപ്പാണെന്ന് പറയുന്ന അനേകം ക്രിസ്ത്യാനികളുണ്ട്. ഹേ മനുഷ്യ, നീ നാശത്തിലേക്കാണ് പോകുന്നത്, നീ വലിയ കഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കമ്പ് ഒരു ദിവസം കൊണ്ട് മുള പൊട്ടി പൂത്തുതളുത്ത് ബദാം പഴം കായ്ച്ചു. നിന്റെ ജീവിതം പൂത്തുതളുക്കാനായിട്ട് പോവുകയാണ്. നിന്റെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിച്ചുയർത്താനായിട്ട് പോവുകയാണ്. ഇതുവരെ മരവിച്ചു നിന്റെ ജീവിതത്തെ കർത്താവെന്ന് ഉണർത്താനായിട്ട് പോവുകയാണ്. മരവിച്ചു പോയതിന്റെ ആത്മീയ ജീവിതത്തെ കർത്താവെന്ന് ശക്തിപ്പെടുത്താനായിട്ട് പോവുകയാണ്. നീ പൂത്തുതളിർക്കും, നീ ഫലം പുറപ്പെടുവിക്കും. അതിന് കർത്താവിന് അധികം സമയമൊന്നും വേണ്ട. കർത്താവ് ആഗ്രഹിക്കുന്ന നിമിഷം അത് സംഭവിക്കും. അവിടുത്തേക്ക് അധിക സമയം വേണ്ട. എല്ലാറ്റിൻ്റെയും ഉടയവന അവിടുന്ന്, സമയത്തിൻ്റെ ഉടയവന അവിടുന്ന്, എല്ലാറ്റിൻ്റെയും അധികാരി അവിടുന്ന്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു പറയുക, എല്ലാ അധികാരങ്ങളും ഉള്ളവനായ യേശുവിന് നിന്റെ ജീവിതത്തെ ഒന്ന് മാറ്റുവാൻ, നിന്റെ ജീവിതത്തെ സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കാൻ അധിക സമയമൊന്നും വേണ്ട. ഹല്ലേലൂയ. ഒരു സെക്കൻഡ് കൊണ്ട് നിന്റെ ജീവിതത്തെ മാറ്റുവാൻ ശക്തനായ ദൈവത്തിന് പറ്റും. നീ ദൈവ സാന്നിധ്യത്തെ വിട്ടുപോകരുത്. ദൈവത്തെ മറന്ന് ജീവിക്കരുത്. ദൈവത്തിന്റെ വഴികളിലൂടെ എപ്പോഴും നീ നടന്നുകൊള്ളുക. നീ കാലാപെറുക്കുന്നവനെ പോലെ പിൻപന്തിയിലാണെങ്കിലും നിന്നെ കർത്താവ് മുൻപന്തിയിൽ എത്തിക്കും. കർത്താവിന്റെ അനുഗ്രഹം നിന്റെ മുൻപന്തിയിൽ എത്തിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഫലം പുറപ്പെടുവിക്കുന്നതായിട്ട് മാറുകയാണ്. അവിടുത്തെ അനുഗ്രഹം, എല്ലാ നന്മകളും നിനക്ക് കർത്താവ് സമർത്ഥമായിട്ട് എത്തിച്ചു തരികയാണ്. ദൈവ സാന്നിധ്യത്തെ വിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഒരിക്കലും നിങ്ങൾ പോകരുത്. എപ്പോഴും ദൈവത്തോടു കൂടി ആയിരിക്കുക. അവൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ ആയിരിക്കുക. കർത്താവിനെ മറന്നൊരു ജീവിതം അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രഭാഷകൻ 45:2 അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി, ശത്രുക്കൾക്ക് ഭയ കാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവിടുന്ന് അവനെ മഹത്വത്തിൽ, മോശയെക്കുറിച്ചാണ് പറയുന്നത്, ദൈവദൂതന്മാർക്ക് സമനാക്കി, ശത്രുക്കൾക്ക് ഭയ കാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി മാറ്റി. ഹല്ലേലൂയ. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും ചെയ്തു. 10 കൽപ്പനകളെല്ലാം മോശ ഏൽപ്പിച്ചു. ദൈവ സാന്നിധ്യത്തിൽ മോശ 40 രാവും 40 പകലും ഇരുന്നു. തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും നിന്ന് അവനെ തെരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ, ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടുന്ന് നൽകി. ഹല്ലേലൂയ. ദൈവ മഹത്വത്തിലായിരുന്ന മോശയെ കുറിച്ച് പറയുന്നു, മോശ മലയിൽ നിന്ന്, സീനായ് മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ദൈവജനത്തിന് മോശയുടെ മുഖത്തേക്ക് നോക്കുവാൻ കഴിഞ്ഞില്ല. അത്രമാത്രം തേജസ്സായിരുന്നു. ദൈവമഹത്വത്തിലായിരിക്കുമ്പോൾ നമ്മുടെ തേജസ് വർദ്ധിക്കും. ദൈവമഹത്വത്തിലായിരിക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കൂടെ പോരും. ദൈവത്തെ മറന്നുള്ള ജീവിതം എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് നഷ്ടമാക്കും. സന്തോഷവും സമാധാനവും
എല്ലാം നിനക്ക് നഷ്ടപ്പെടുത്തുകയാ. ദൈവത്തിൽ നിന്ന് നീ അകന്ന് ജീവിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. എപ്പോഴും ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുക. എപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഹൃദയത്തിലുണ്ടായിരിക്കുക. എപ്പോഴും യേശുവിനെ ആരാധിക്കുക, സ്തുതിക്കുക, യേശു നന്ദി പറയുക. നിന്റെ എല്ലാ പ്രവൃത്തികളിലും ദൈവം നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. നീ എത്ര പിൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും, എത്ര കഴിവ് കുറഞ്ഞ വ്യക്തിയാണെങ്കിലും കർത്താവ് നിന്നെ മുൻപന്തിയിൽ എത്തിക്കും. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. നീ വലിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തിയായി മാറാനായിട്ട് പോയ നിരന്തരം ദൈവ സാന്നിധ്യത്തെ തേടുക. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയെ തേടുവാൻ, എന്നും അങ്ങോട് കൂടിയായിരിക്കുവാൻ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മഹത്വത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ മുറിവേറ്റ കരമിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ പൈശാചിക ശക്തികളും ബന്ധനങ്ങളും വിട്ടുമാറട്ടെ. ശാപത്തിന്റെ നുഖങ്ങൾ തകരട്ടെ. കർത്താവിൻ്റെ കരുണ ദൈവജനത്തിന് മേൽ ഒഴുകട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, അത്ഭുതമായ വിടുതലുകൾ ജനത്തിന് ലഭിക്കട്ടെ. യേശുവേ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. ജനത്തെ വിടുവിക്കണമേ. അങ്ങയുടെ മഹത്വത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ജൂലി, കുറ്റൂർ, ഇവിടെ തന്നെ. എൻ്റെ സ്ഥലം കൊട്ടാരക്കര, കൊല്ലം. ഞാൻ ബ്രദർ തിങ്കളാഴ്ച ഇത് പറയുമ്പോഴും ഇന്നലെ ഇത് പറയുമ്പോഴും എഴുന്നേക്കുന്നു, ഇരിക്കുന്നു. ഇനി ഞാൻ തന്നെയാണോ എന്ന് ഞാനൊന്ന് സംശയിച്ചു. പക്ഷെ ഇത് വ്യക്തമായിട്ട് ആ ചെയർ തന്നെ ഇരുന്ന് കുലുങ്ങിയിരുന്ന്, നീ തന്നെയാണ്, നീ എഴുന്നേറ്റ് പോവാൻ. പക്ഷെ എനിക്ക് എഴുന്നേക്കാൻ സാധിച്ചില്ല. മേ ബി എൻ്റെ വിശ്വാസം ഒന്നും കൂടെ വർദ്ധിപ്പിക്കാനായിരുന്നിരിക്കാം. ഞാൻ ഇന്നലെ വൈകി നിന്ന് കണ്ടു ഹസ്ബൻഡുമായിട്ട്. അന്നേരം ബ്രദർ എന്നോട് പറഞ്ഞു, ഹീലിങ്ങിൻ്റെ ടൈമിൽ എന്തുകൊണ്ട് വന്നില്ല, ഇനി കർത്താവ് അത് പറയുവാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ 3 പുസ്തകം എൻ്റെ 2 ഷോൾഡറിലും എൻ്റെ മുതുകത്തും വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയത്. അതിലൊരു ബുക്ക് ഞാൻ ഫുള്ള് വായിച്ചിട്ടാണ് ഇന്നലെ ഉറങ്ങിയത്. ഹസ്ബൻഡ് എന്നോട് ചോദിച്ച്, വരുന്നില്ലേ കിടക്കാനെന്ന്. ഞാൻ ഇപ്പം വരാം. ഒരു പ്രാർത്ഥന ഫുള്ള് ബ്രദറിനും ബുക്കും ഫുള്ള് എനിക്ക് വായിക്കാൻ എൻ്റെ ദൈവം സഹായിച്ചു. കാരണം 3.5 വർഷം മുന്നേ ഞാൻ എൻ്റെ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, 3ാമത്തെ കുഞ്ഞിന്, ആ ദിവസം രാവിലെ എനിക്ക് എഴുന്നേക്കാൻ കഴിഞ്ഞില്ല. എന്നെ താങ്ങാൻ എൻ്റെ ഭർത്താവിനോട് പറയുമ്പം ഇടത്തെ കൈക്കും പിടിച്ചെഴുന്നേക്കാനും പറ്റില്ല, വലത്തെ കൈക്കും പിടിച്ചെഴുന്നേക്കാൻ പറ്റാതെ താങ്ങിയാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഈ വലത്തെ കൈയിലെ ഊരി പോന്നേ അല്ലേ? ഈ ഷോൾഡർ കൊണ്ട് കേട്ടിട്ട് ഹല്ലേലൂയ. ആ കൈ, ഈ കൈയാണ് ഊരി പോന്നല്ലേ? ഞാൻ ഈ വലത്ത് കൈ പിടിക്കാം, കുഴപ്പമില്ലല്ലോ. ഹല്ലേലൂയ. ഈ മകളുടെ ഈ വലത്ത് കൈ 3.5 വർഷമായിട്ട് ഊരിപ്പോകുന്നതാണ്. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നതാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കൈ നീ ഊരിപ്പോവത്തില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഷോൾഡർ നീ ഊരിപ്പോവത്തില്ല. ഈ ഷോൾഡറിൽ ഓപ്പറേഷൻ ചെയ്യത്തില്ല, കത്തി വെക്കത്തില്ല, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. വട്ടം കറക്കിക്കേ, കറക്കട്ടെ, തിരിച്ചു കറക്കിക്കേ, തിരിച്ചു കറക്കിക്കേ, നിർത്തിക്കേ, തിരിച്ചു കറക്കിക്കേ. ഊരത്തില്ല, യേശുവിന്റെ നാമത്തിൽ. നിന്നോട് കൂടെ ഇതാണ് കർത്താവിന്റെ പ്രവൃത്തി. അവൻ ഇവിടെയുണ്ട്. ജീവിക്കുന്ന ദൈവം യേശു ഇവിടെയുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ സർവശക്തനാ. അവന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. യേശു അവൻ ഇവിടെയുണ്ട്. കരമേറ്റെന്ന് വിളിക്കാമോ? യേശു എന്നത് വിളിക്കാമോ? നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ജൂലി അല്ലേ? ജൂലിക്ക് സന്തോഷമായോ? വളരെ സന്തോഷം.
Praise the Lord. ആ കൈക്ക് ഇടിച്ച് കാണിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ പുറകോട്ടൊക്കെ ഒന്ന് വെച്ചു. എന്നെ വിളിച്ചു ഇത് ഊരത്തില്ല കേട്ടോ. Praise the Lord. ഹല്ലേലൂയ. നിങ്ങളെ കണ്ടില്ലേ കൈ വട്ടം കിടക്കുന്ന കണ്ടില്ലേ? ഊരിപ്പോന്ന കൈ, ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന കൈയാണിത്. പക്ഷെ ഇനി ഒരിക്കലും ഈ കൈ ഊരത്തില്ല. ആരാ തൊട്ടത്? ഒച്ചത്തി പറ. ഈശോ. ഹല്ലേലൂയ. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ.